ചിറ്റൂരിലെ ഇടത് സ്ഥാനാർത്ഥി എ മുരുകദാസാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഇപ്പോൾ ഒരു സമരം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരായുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ സമരം നടത്തുകയാണ്. സുമേഷ് അച്യുതൻ എതിർ സ്ഥാനാർത്ഥിയാണുള്ളത്. അപ്പോൾ എന്താണ് ആ ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ആരോപണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കൃത്യമായ മറുപടി ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സമരത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ സമരം നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർ സമരം നടത്തുന്നു. നമുക്ക് അതിൻ്റെ പുറകിൽ ഞങ്ങൾ അന്വേഷിച്ചു പോകുന്നില്ല. അല്ല, ഓഡിയോയെ സംബന്ധിച്ച് മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പറയേണ്ട കാര്യം വരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനമായി ഇപ്പോൾ ആരോപണത്തിന്റെ പ്രധാനമായ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളതാണല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇപ്പോൾ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രളയം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ ഇത് മനുഷ്യനിർമ്മിതമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചർച്ച കേരളത്തിലെ പൊതുസമൂഹം നടത്തിയിരുന്നു. നിയമസഭയ്ക്കകത്ത് ഈ ചർച്ച നടന്നിരുന്നു, പുറത്ത് നടന്നിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഒരുപറ്റം ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പം എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി കൃത്യമായ ഏജൻസികൾ കോടതി പരിശോധന നടത്തി കണ്ടെത്തിയതാണ് ഇത് മനുഷ്യനിർമ്മിതമല്ല എന്ന്. അപ്പം അങ്ങനെ കോടതിയും അന്വേഷണ ഏജൻസികളും നിയമസഭയും ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയ ഒരു സംവിധാനത്തെ 8 വർഷത്തിന് ശേഷം വീണ്ടും അതേ ഒരു ആരോപണം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. തെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായും അത് അല്ലാതെ അതിൽ വേറെ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുന്നിൽ ദിവസം എത്രയോ മുമ്പുള്ള ഓഡിയോ ക്ലിപ്പാണെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തന രംഗത്ത് തന്നെ കാണുന്നു. എന്നിട്ടും ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ദിവസം മുമ്പേ ഇത്തരത്തിലൊരു ആരോപണവുമായി വരുന്നത് തികച്ചും അതിന് രാഷ്ട്രീയം മനസ്സിലാക്കാമല്ലോ. ഈ വിഷയത്തിൽ ഓഡിയോ ക്ലിപ്പ് വരുന്നു, പുറത്തു വരുന്നു എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ അതിന് കാരണമുണ്ട്? ആ ഓഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ മന്ത്രിക്ക് അറിവില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ സംഭാഷണവും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെയാണ് മുരുകദാസ് മറുപടി പറഞ്ഞത്. മൽകുർശി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.